നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് 11 പേർ ചികിത്സയിലെന്ന് കളക്ടർ. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 2 പേർ വെന്റിലേറ്ററിലാണ്. 6 പേരുടെ നില തൃപ്തികരമാണെന്നും 3 മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായും കളക്ടർ അറിയിച്ചു. 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും 2 പേരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ 2 മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ആകെ 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജ് ആയെന്നും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയെന്നും കളക്ടർ മാധ്യമങ്ങളോട് വിശദമാക്കി. കൊളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യന്റെ മൃതദേഹമാണ് സംശയമുള്ളതിൽ ഒന്ന്. സുബ്രഹ്മണ്യന്റെ സഹോദരൻ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഇത് വിഷ്ണു എന്നയാളുടെ മൃതദേഹമാണെന്ന് പറഞ്ഞ വിഷ്ണുവിന്റെ ബന്ധുവും വന്നു. ഈ സാഹചര്യത്തിൽ DNA പരിശോധന നടത്താനാണ് തീരുമാനം. തൃശൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷവും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി SCRF നിന്ന് 4 ലക്ഷം രൂപയും നൽകാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തൃശൂരിൽ വെടിക്കെട്ടുപുര അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. അപകട സ്ഥലത്ത് 32 പേർ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചതായി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കൂടുതൽ പേർ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. സിറ്റി കമ്മീഷണർ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട കാരണത്തെക്കുറിച്ച് വൈകുന്നേരത്തോടെ വ്യക്തത വരുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിമരുന്ന് ശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശിയും കുണ്ടന്നൂർ മുതുക്കാട്ടിൽ വിജയന്റെ മകൻ സുവിൻ ആണ് മരിച്ചത്. 42 വയസ്സാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ദാരുണമായ അപകടം നടന്നത്. സുവിനെ കൂടാതെ 13 പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി 12 മണിയോടെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഇന്ന് രാവിലെ 11 മണിക്ക് സംസ്കാരം നടത്തി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ തൃത്താല സ്വദേശിയും കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി 53 വയസ്സുള്ള മാടിപ്പുറത്ത് വാസുദേവനാണ് മരിച്ചത്. സനിത ഭാര്യയും അശ്വിൻ ദേവ്, അനുശ്രീ എന്നിവർ മക്കളുമാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടത്തി. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. കുണ്ടന്നൂർ മുതുകാട്ടിൽ വിജയൻ സുലോചന ദമ്പതികളുടെ മകനായ 40 വയസ്സുള്ള സുവിൻ മുട്ടിക്കലിലെ വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ്. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സുവിൻ പൂരക്കാലങ്ങളിൽ വെടിക്കെട്ട് പണിക്കും പോകാറുണ്ട്. 2 ദിവസം മുമ്പാണ് മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് ശാലയിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത്. വിവാഹിതനാണ് സുവിൻ. ഭാര്യ അഞ്ജുവിനോടും മകൻ 8 വയസ്സുകാരൻ നിരഞ്ജൻ കൃഷ്ണയോടും യാത്ര പറഞ്ഞ ഇന്നലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. രാത്രി 11 മണിയോടെ സുവിന്റെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലേക്കെത്തിയത്. വെടിക്കെട്ട് അപകടം അറിഞ്ഞതു മുതൽ സുവിന് ഒന്നും സംഭവിക്കരുതേ എന്ന വീട്ടുകാരും നാട്ടുകാരും പ്രാർത്ഥിച്ചുവെങ്കിലും എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി സുവിൻ യാത്രയായി. രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടത്തി. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൂരപ്രേമികളും ഉൾപ്പെടെ നിരവധി പേരാണ് സുവിനെ യാത്രയാക്കാനെത്തിയത്.
തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും പൂരം നടത്തിപ്പിൽ തീരുമാനം ഉണ്ടാകുക. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു മൃതദേഹാവശിഷ്ടം ഇന്നത്തെ തെരച്ചിലിൽ കിട്ടി. പൂരം കഴിയാതെ താൻ തൃശൂരിൽ നിന്നും മടങ്ങുന്നില്ലെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ദുരന്ത പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്ന് നടക്കും. ചികിത്സയിലായതിനാലാണ് മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്താത്തതെന്ന് അദ്ദേഹം അറിയിച്ചു. ചരമം. കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിനടുത്ത് താമസിക്കുന്ന ഓവുങ്ങൽ സ്വദേശി കറുപ്പംവീട്ടിൽ ഉമ്മർ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റംലത്ത് ഭാര്യയും നിലോഫർ, സുഹൈൽ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കൊങ്ങണ്ണൂർ കാളേക്കാട്ട് വീട്ടിൽ ദേവയാനി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണി ഭർത്താവാണ്. ബിന്ദു, സിന്ധു, ഇന്ദു, ആനന്ദ് എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര കുറ്റിക്കാട്ട് ജോസ് ഭാര്യ ലൂസി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോസ് KM ഭർത്താവാണ്. ജോയ്സൺ, ജാൻസി, ജിൻസി എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ പരേതനായ മുള്ളത്തുവളപ്പിൽ ആലിക്കുട്ടിയുടെ മകൻ അബൂബക്കർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം കാഞ്ഞിരത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആസിയയാണ് ഭാര്യ. ആഷിഖ്, അഷ്കർ, ഫെമിന എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.